ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ ദേവസ്വം ബോർഡ് തങ്ങളുടെ പ്രത്യേക ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ എടുത്തു. പരിപാടി കഴിഞ്ഞ് ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ ഇതിൽ 2 കോടിയോളം രൂപയുടെ കുറവ് കണ്ടെത്തി. അതായത് ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ 5 കോടിയിൽ 2 കോടി രൂപ ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ റിപ്പോർട്ട് തെറ്റാണെന്നും കണക്കുകൾ കൃത്യമാണെന്നും പറഞ്ഞ് ബോർഡ് രംഗത്തെത്തി. എന്നാൽ അവർ പുറത്തുവിട്ട വിശദീകരണത്തിൽ തന്നെ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. സംഭവം എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. സംഭവം ലളിതമാണ്. അയ്യപ്പന്റെ പേരിൽ ആഘോഷം നടത്താൻ ബോർഡിന്റെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് ഒരു മടിയുമില്ലാതെ 5 കോടി രൂപ അങ്ങ് എടുത്തു. എന്നിട്ടത് ധനലക്ഷ്മി ബാങ്കിലെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് കളി തുടങ്ങുന്നത്. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിക്ക് 3 കോടി രൂപ കണ്ണടച്ച് അഡ്വാൻസ് നൽകിയ ബോർഡ് ബാക്കി തുകയായ 1,74,00,000 രൂപ ഇത്ര കാലമായിട്ടും ബോർഡിന്റെ പ്രധാന അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചിട്ടില്ല. ആ പണം അവിടെ ഇരുന്നിട്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? പലിശ ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? ചോദിച്ചാൽ ബോർഡിന് ഉത്തരമില്ല. പകരം ഓഡിറ്റർമാരെ ചീത്ത വിളിക്കാനാണ് അവർക്ക് തിരക്ക്. ഇതിനേക്കാൾ വലിയ തമാശ അതിഥികളെ താമസിപ്പിച്ച വകയിലെ കണക്കാണ്. ഇത് കേട്ടാൽ നിങ്ങൾ അന്തം വിട്ടു പോകും. ഒരേ ഹോട്ടലിൽ കുറച്ചാളുകൾ വന്ന് താമസിച്ചു എന്നതിനേക്കാൾ വലിയ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്. ഈ താമസ ചെലവിന്റെ കാര്യത്തിൽ സർക്കാർ പക്ഷത്തു നിന്ന് തന്നെ 3 വ്യത്യസ്ത കണക്കുകളാണ് വരുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നത് 12 ലക്ഷമെന്നും മുൻ പ്രസിഡന്റ് 24 ലക്ഷമെന്നും ഒടുവിൽ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് 37 ലക്ഷമെന്നും. എങ്ങനെയുണ്ട് ഈ ഇരട്ടത്താപ്പ്? ഒരു സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന് ഒരേ കാര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ 3 തരം കണക്ക് പറയാൻ സാധിക്കുന്നത്? പണ്ട് സ്കൂളിൽ കണക്ക് പരീക്ഷയ്ക്ക് തോറ്റവരാണോ ഇപ്പോൾ ദേവസ്വം ബോർഡിൽ ഇരുന്ന് ഈ കണക്ക് കൂട്ടുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ 12 ലക്ഷത്തിന്റെയും 37 ലക്ഷത്തിന്റെയും ഇടയിലുള്ള ആ വലിയ തുക ഏത് ക്ലിഫ് ഹൗസിലേക്കാണ് ഒഴുകിയതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതല്ല. ഒരേ ഹോട്ടലിൽ കുറച്ചാളുകൾ താമസിച്ചതിന് എങ്ങനെയാണ് ഇങ്ങനെ 3 തരം ബില്ലുകൾ ഉണ്ടാകുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കും ബോർഡ് പറയുന്ന കണക്കും തമ്മിൽ ഏതാണ്ട് 9 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ പണം എങ്ങോട്ട് പോയി? ഇത്രയും വലിയൊരു ആശയക്കുഴപ്പം കണക്കുകളിൽ ഉണ്ടെങ്കിൽ അത് അഴിമതി ലക്ഷ്യമിട്ടുള്ള വെട്ടുതിരുത്തലുകൾ നടന്നതിന്റെ തെളിവല്ലേ? ഇതിന് കൃത്യമായ മറുപടി നൽകാതെ ഓഡിറ്റർമാരെ കുറ്റപ്പെടുന്നത് എന്തിനാണ്? ഇനി ഈ 5 കോടിയുടെ ബാധ്യത തീർക്കാൻ ഇവർ കണ്ടുപിടിച്ച ഒരു സൂത്രമുണ്ട്: സ്പോൺസർഷിപ്പ്. സ്വന്തം കയ്യിലിരിക്കുന്ന കേരള ബാങ്കിനെ കൊണ്ട് 1 കോടി കൊടുപ്പിച്ചു. അതായത് സർക്കാരിന്റെ ഒരു പോക്കറ്റിൽ നിന്നെടുത്ത് മറ്റേ പോക്കറ്റിൽ വെച്ചിട്ട് സ്പോൺസർഷിപ്പ് കിട്ടിയെന്ന് വലിയ വായിൽ വിളിച്ചു പറയുകയാണ്. പോരാത്തതിന് അദാനി 1 കോടി തരാമെന്ന് ഏറ്റിട്ടുണ്ട് അത്രേ. അദാനി വിരുദ്ധ സമരം നടത്തുന്നവർക്ക് അദാനിയുടെ പണം വാങ്ങാൻ ഒരു മടിയുമില്ല എന്ന് മാത്രമല്ല, അദാനി നൽകിയാൽ പോലും ബാക്കി വരുന്ന തുക ആര് തരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ബോർഡ്. യഥാർത്ഥത്തിൽ ഇത് ഭക്തരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ക്ഷേത്രങ്ങളിൽ ഒരു നേരത്തെ വഴിപാടിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ പണമില്ലെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നവർ ആഡംബര പരിപാടികൾക്കായി കോടികൾ വകമാറ്റി ചിലവാക്കി കാണാനില്ല എന്ന് പറയുമ്പോൾ അത് വെറും കെടും കാര്യസ്ഥതയല്ല, മറിച്ച് ആസൂത്രിതമായ പകൽക്കൊള്ള തന്നെയാണ്. GSTയുടെ പേര് പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ നോക്കുന്ന ദേവസ്വം ബോർഡിന്റെ പത്രക്കുറിപ്പിൽ തന്നെ ഈ 2 കോടിയുടെ കുറവ് കൃത്യമായി തെളിയുന്നുണ്ട്. എന്നിട്ടും എല്ലാം ശരിയാകുമെന്ന പതിവ് പല്ലവി പാടി ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഓഡിറ്റ് റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നവർ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇത് വിശ്വാസികളുടെ പണമാണ്. ആ പണം എങ്ങോട്ട് പോയി എന്ന് അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. 2 കോടി രൂപയുടെ ഈ അദൃശ്യ കളി പിണറായി സർക്കാരിന്റെ അഴിമതി പട്ടികയിലെ മറ്റൊരു പൊന്തൂവൽ മാത്രമാണ്. അയ്യപ്പന്റെ പേരും പറഞ്ഞു നടക്കുന്ന ഈ പണക്കൊഴുത്തിന് ജനങ്ങൾ മറുപടി നൽകുന്ന കാലം വിദൂരമല്ല. ബോർഡിൽ നിന്നെടുത്ത 5 കോടി രൂപയും സ്പോൺസർഷിപ്പ് വഴി തിരിച്ചടയ്ക്കും എന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. എന്നാൽ സ്പോൺസർഷിപ്പിന്റെ കണക്ക് കേട്ടാൽ ആരും ചിരിച്ചു പോകും. കേരള ബാങ്ക് 1 കോടി നൽകി. സർക്കാർ ബാങ്കായ കേരള ബാങ്കിനെ കൊണ്ട് പണം നൽകിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു ലാഭകരമായ സ്പോൺസർഷിപ്പായി കാണാൻ കഴിയുക? അത് ജനങ്ങളുടെ പണം തന്നെ മറ്റൊരു രൂപത്തിൽ എടുക്കുന്നതല്ലേ? ഇനി നമുക്ക് ദേവസ്വം ബോർഡ് പുറത്തുവിട്ട ഏറ്റവും രസകരമായ ഒരു കണക്ക് നോക്കാം. താമസ സൗകര്യത്തിനായി ഹോട്ടലുകൾക്ക് നൽകിയത് 12 ലക്ഷം രൂപയാണെന്ന് ബോർഡ് പറയുകയാണ്. എന്നാൽ അതിനോടൊപ്പം GST ആയി നൽകിയത് 15 ലക്ഷം രൂപയാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. 12 ലക്ഷം രൂപയുടെ താമസത്തിന് എങ്ങനെയാണ് 15 ലക്ഷം രൂപ GST വരുന്നത്? അതായത് 100% മുകളിലാണ് ഇവിടെ നികുതി അടച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏത് GST നിയമപ്രകാരമാണ് ഇത്രയും വലിയൊരു തുക ടാക്സ് ഇനത്തിൽ നൽകിയത്? ബാക്കി തുക എങ്ങോട്ടെങ്കിലും മാറ്റാൻ വേണ്ടി GSTയുടെ പേരിൽ എഴുതി വെച്ചതാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.
ഈ 28 ലക്ഷം രൂപയുടെ താമസ കണക്ക് പോലും ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്ന 37 ലക്ഷവുമായി ഒത്തുപോകുന്നില്ല. എന്തിനാണ് ഇത്രയധികം പണം മുടക്കി ഈ പരിപാടി നടത്തിയത്? ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണോ? ഭക്തർക്ക് കുടിവെള്ളവും വിരിവെക്കാനുള്ള സൗകര്യവും ഒരുക്കാനോ പണമില്ലെന്ന് പറയുന്ന ബോർഡ് 5 കോടി രൂപയെടുത്ത് ഈ ആഗോള സംഗമം നടത്തിയത് ആര് ബോധിപ്പിക്കാനാണ്? സാധാരണക്കാരായ അയ്യപ്പ ഭക്തർക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണുണ്ടായത്? ഭക്തരുടെ പണം എടുത്ത് വലിയ ഹോട്ടലുകളിലും ആഡംബര വേദികളിലും ആഘോഷം നടത്തിയത് സർക്കാരിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമായിരുന്നു. സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഭക്തരുടെ കാണിക്കപ്പണം എടുത്ത് ദൂർത്തടിക്കാൻ ബോർഡിന് ആരാണ് അധികാരം നൽകിയത്? കണക്കുകൾ സത്യമാണെങ്കിൽ എന്തിനാണ് ഈ 3 തരം വർത്തമാനം? കൃത്യമായ ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ എന്താണ് ബോർഡിന് ഇത്ര തടസ്സം? പണം പോയ വഴികൾ പലതാണെന്നും അത് പുറത്തറിഞ്ഞാൽ പലരുടെയും കസാര തെറിക്കുമെന്നും ബോർഡിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ വിമർശിച്ചും പരിഹസിച്ചും ബോർഡ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്. പക്ഷേ ഭക്തർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എല്ലാം ശരിയാക്കുമെന്നാണ്. ഇപ്പോൾ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അവർ ശരിയാക്കുന്നത് ജനങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് സ്വന്തം പാർട്ടിക്കാരുടെ പോക്കറ്റുകളാണ്. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇത്രയും വലിയൊരു സാമ്പത്തിക തിരിമറി നടന്നിട്ടും അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ല. പിണറായിയുടെ ഭരണത്തിൽ എന്തിനും ഏതിനും ഉത്തരമില്ല എന്ന മറുപടിയാണ് സ്ഥിരം. 2 കോടി രൂപ അപ്രതീക്ഷിതമായത് ചോദിക്കുമ്പോൾ അത് സാങ്കേതിക പിശകാണെന്ന് പറഞ്ഞ് തള്ളാൻ ഇതെന്താ വല്ല പാർട്ടി ഫണ്ടുമാണോ? അതോ ഭക്തർ നൽകുന്ന കാണിക്ക പണം സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനുള്ള എളുപ്പവഴിയായി മാറിയോ? നവോത്ഥാനത്തെ കുറിച്ച് വലിയ വർത്തമാനങ്ങൾ പറയുന്ന ഒരു സർക്കാരാണിത്. ശബരിമലയുടെ കാര്യത്തിൽ വലിയ ആചാര പരിഷ്കരണത്തിന് മുതിർന്നവർ അതേ ശബരിമലയിലെ പണമെടുത്ത് ദൂർത്തടിക്കാൻ കാണിക്കുന്ന ആവേശം കാണുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. ഭക്തരുടെ വികാരം മുറിപ്പെടുത്തിയ ഈ സർക്കാർ ഇപ്പോൾ ഭക്തരുടെ പണവും മുറിക്കുകയാണ്. ആഗോള സംഘം നടത്തി ലോകത്തെ അയ്യപ്പനെ പഠിപ്പിക്കാൻ ഇറങ്ങിയവർ ആദ്യം പഠിക്കേണ്ടത് സത്യസന്ധതയാണ്. ഭക്തർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ പണമില്ലാത്ത ബോർഡിന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കോടികൾ എറിഞ്ഞു കൊടുക്കാൻ എവിടെ നിന്നാണ് അനുവാദം കിട്ടിയത്? തങ്ങൾക്കെതിരെ ആര് കണക്ക് ചോദിച്ചാലും അവരെ ശത്രുവായി കാണുന്നതാണ് ഈ സർക്കാരിന്റെ രീതി. ഓഡിറ്റ് റിപ്പോർട്ടിൽ പൊരുത്തക്കേട് കണ്ടാൽ അത് തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ ഓഡിറ്റർമാർക്ക് വിവരം പോരാ എന്ന് പറയുകയല്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറയുന്നവർ ഇപ്പോൾ സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് തന്നെ അഴിമതി പുറത്തു കൊണ്ടുവരുമ്പോൾ എന്ത് ന്യായമാണ് പറയാനുള്ളത്? പിണറായി വിജയന്റെ തണലിൽ എന്ത് അഴിമതിയും വെള്ളപൂശാമെന്ന ദേവസ്വം ബോർഡിന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണിത്. ഈ 2 കോടി രൂപയുടെ കണക്ക് കൃത്യമായി പുറത്തു വരുന്നത് വരെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ദേവസ്വം ബോർഡിൽ വിദഗ്ധർക്ക് പകരം പാർട്ടി നോമിനികളെ കുടിയിരുത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ. കണക്ക് ചോദിക്കാൻ അറിയാത്തവർ ഭരണത്തിലിരുന്നാൽ 2 കോടിയല്ല 20 കോടി പോയാലും ആരും അറിയില്ല. പിണറായി സർക്കാർ ദേവസ്വം ബോർഡിന്റെ ഒരു രാഷ്ട്രീയ പുനരധിവാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭക്തരുടെ വിശ്വാസത്തെക്കാൾ ഇവർക്ക് വില പാർട്ടിയുടെ താല്പര്യങ്ങൾക്കാണ്. ഈ അഴിമതിയിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെങ്കിൽ പിണറായി സർക്കാർ കണ്ണു തുറക്കണം. പക്ഷേ സ്വന്തം ആളുകൾ കുടുങ്ങുമെന്ന് വരുമ്പോൾ മുഖ്യമന്ത്രി എന്നും മൗനത്തിലാണല്ലോ. ഈ 2 കോടിയുടെ അപ്രതീക്ഷിതമാകൽ വെറുമൊരു കണക്കിലെ പിശകല്ല, മറിച്ച് ഭക്തരുടെ വിശ്വാസത്തിന് മേൽ നടത്തുന്ന ആസൂത്രിതമായ പകൽകൊള്ള തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.